എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് പറയാനുള്ളത് നിനക്ക് പറയാനുള്ളത് എന്റെ മുമ്പിൽ വിളമ്പണ്ടെന്നാ ഞാൻ പറഞ്ഞത്. അതൊക്കെ കേൾക്കാനും സഹതപിക്കാനും താലോലിക്കാനും ഒക്കെ അപ്പുറത്ത് സാറുണ്ട്. അവിടെ ചെന്ന് പറ, സാറ് കേൾക്കും. Now you can go. Get out, I say. പോകാൻ. എന്തു പറ്റി അറിയില്ല. മാഡം, എന്തു വേണം? മാഡം ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ആണ്. മാഡം വെരിഫൈ ചെയ്യണം. ഇവിടെ ചിലര് പണിയെടുക്കാനല്ല വരുന്നത്, മറ്റു ചില കാര്യങ്ങൾക്കാ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ചെയ്യുന്ന ജോലിയിൽ എന്തെങ്കിലും വീഴ്ച സംഭവിച്ച പിറ്റേ ദിവസം മുതൽ വീട്ടിലിരിക്കേണ്ടി വരും. അതാരായാലും അങ്ങനെ തന്നെയാ. ഒരുത്തിക്ക് ഇടയ്ക്കിടയ്ക്ക് സാർ എക്സ്ക്യൂസസ് കൊടുക്കുന്നെന്ന് കരുതി മറ്റുള്ളവരത് മോഹിക്കുകയും വേണ്ട. അവൾക്ക് എക്സ്ക്യൂസസ് കിട്ടുന്നത് അവൾക്ക് ചില പ്രത്യേക ടാലൻസ് ഉള്ളതുകൊണ്ടാണ്. പുതിയ ഡ്രസ്സ് ഇട്ടിങ്ങോട്ട് അണിഞ്ഞൊരുങ്ങി വന്നോളും ഓരോ എണ്ണം. വയലേറ്റ് ചെയ്തിട്ടില്ല. ഞങ്ങളുടെ വെയർ ഹൗസിന്റെ അടുത്ത് താമസിക്കുന്നത് ഒരു സുകുമാരൻ, ഒരു ചെത്ത തൊഴിലാളി. അത്യാവശ്യം കൂടുതൽ കാശ് കൊടുത്ത് ആ വീടും ഭൂമിയും ഞാനിങ്ങ് വാങ്ങി. വീട് പൊളിച്ചു കളഞ്ഞ് ആ ഭൂമി വഴിയാക്കി വെയർ ഹൗസിലേക്കുള്ള അപ്രോച്ച് റോഡ് ഉണ്ടാക്കി. ഞാൻ വാങ്ങിച്ച എന്റെ ഭൂമിയിൽ ഞാൻ റോഡ് വിട്ടുന്നതിന് ആരെന്ത് പറയാനാ? നത്തിങ് ഡൂയിങ്. ഒരു രാഷ്ട്രീയക്കാരനും ഞാൻ ഒരു രൂപ പോലും കൊടുക്കില്ല. സാറിന്റെ പണി നോക്ക്. അല്ല പിന്നെ എന്തോ സർ, അത് പിന്നെ നമ്മുടെ ശ്രീലക്ഷ്മി സാന്ദ്ര മാഡത്തിന്റെ ക്യാബിനിൽ നിന്ന് കരഞ്ഞോണ്ടിറങ്ങി. ഹലോ മാഡം. ഒച്ചയുണ്ടാക്കി ഓഫീസിലൂടെ നടക്കുക, ഉന്തും തള്ളും, ഓട്ടം, ശ്രീലക്ഷ്മി എന്നുള്ള നിലവിളി, അതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല ശ്രീലക്ഷ്മി. ഓഫീസിനൊരു ഡിസിപ്ലിൻ ഉണ്ട്, എല്ലാവരും അത് കീപ്പ് ചെയ്യണം. അത് ഇവിടെ ഉള്ളവരായാലും പുറത്തു നിന്ന് വരുന്നവരായാലും അങ്ങനെ തന്നെ. ശരി, ഇതൊരു കോർപ്പറേറ്റ് ഓഫീസാണ് ശ്രീലക്ഷ്മി. അപ്പോ ആ നിലവാരം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണ്ടേ? മാത്രമല്ല, ഇവിടെ എന്തെങ്കിലും നടക്കണമെങ്കിൽ ഞാനോ സാൻഡ്രയോ അറിഞ്ഞേ പറ്റൂ, അല്ലെങ്കിൽ രാജാറാം. വി വിൽ ടേക്ക് ദ നെസസറി ആക്ഷൻ. ഞാൻ പറയുന്നത് തനിക്ക് മനസ്സിലാവുന്നുണ്ടോ? ഡു യു ഫോളോ മീ? യെസ് സർ, മനസ്സിലാവുന്നുണ്ട്. എങ്കിൽ പിന്നെ വിഷമിക്കാതെ പോകാൻ നോക്ക്. ആ, ഓർമ്മയുണ്ട്. ആ, പാലുകാച്ചിനവൻ നിങ്ങളെ വിളിച്ചിട്ടുണ്ടായി, ഞാൻ പറയാൻ വിട്ടുപോയി. ഏതായാലും വൈകുന്നേരം ഞാൻ അവിടെ പോയിട്ടേ വരൂ. ആ, വരുമ്പോ അവിടുന്ന് ഭക്ഷണം കൊണ്ടുവരാം. നിങ്ങൾ വരാത്തതുകൊണ്ട് എന്തായാലും നിങ്ങൾക്കുള്ള ഭക്ഷണം അവൻ തന്നുവിടും. നിന്നെ മോളെ അവന് ഭയങ്കര ഇഷ്ടാ. എപ്പോഴും വിശേഷങ്ങൾ ചോദിക്കുമായിരുന്നു. ആ ശരി, അപ്പൊ വേറൊന്നുമില്ലല്ലോ, ഫോൺ വെച്ചേക്ക്. അവൾക്ക് ഇത് പറ്റി? വളരെ സൈലന്റ് ആണല്ലോ. വഞ്ചനയും നടത്താനാണെങ്കിൽ ഒരൊറ്റ ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളൂ.
ചേച്ചി എന്റെ പ്രമാണം തന്നതിന് തെളിവ് വല്ലതുണ്ടോ? അല്ലെങ്കിൽ സാക്ഷികള്? ഓഹോ, അപ്പൊ വാദി പ്രതിയായല്ലേ? എന്നാ പിന്നെ തെളിവ് സാക്ഷികളൊക്കെ ഉണ്ടാക്കിയിട്ട് മതി കാര്യങ്ങള്. ഞാനേ ഇപ്പൊ തന്നെ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവാം. നിങ്ങൾ എന്റെ കയ്യിൽ നിന്ന് പ്രമാണം മോഷ്ടിച്ചു എന്ന് പറഞ്ഞ അവര് വന്ന് കാണിച്ചു തന്നോളും തെളിവ് സാക്ഷി ആരാ ഏതാ എന്താന്നൊക്കെ. സാറിന്റെ ക്യാബിനിലും ഇല്ല. സ്റ്റാഫുകളുടെ മുന്നിൽ വെച്ച് സാർ ഇൻസൾട്ട് ചെയ്തത് നന്നായി കൊണ്ടെന്നാ തോന്നുന്നത്. ഓ മൈ ഗോഡ്. ഇതൊരു നടക്ക് പോകുന്ന ലക്ഷണമില്ല. സാന്ദ്ര പോയിട്ട് ശ്രീലക്ഷ്മി ഇനി മറ്റൊരു സാന്ദ്രയായിട്ട് വരുമോന്നാ എന്റെ സംശയം. ദീപു വന്നതെന്ന് അറിഞ്ഞപ്പോ സാന്ദ്ര മാഡം അതങ്ങ് ഏറ്റെടുത്ത് വലിയ പ്രശ്നമാക്കി. പിന്നെ സാന്ദ്ര മാഡത്തിന്റെ ഷൗട്ടിങ്ങും രവിവർമ്മൻ സാറിന്റെ കുറ്റപ്പെടുത്തലും എല്ലാം കൂടെ ചേർത്ത് ഈ റീജോയിനിങ് ദിവസം എനിക്ക് നല്ല ആഘോഷമായിരുന്നു. ഞാൻ വീട്ടിലേക്ക് ചെല്ലട്ടെ, ദീപുവിന് 2 കൊടുക്കുന്നുണ്ട്. വേണ്ട കൃഷ്ണേ, ദീപുവിന്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല. അവന്റെ സ്വഭാവം അങ്ങനെയല്ലേ. ഇത് എന്റെ അമ്മയ്ക്ക് ബോധമില്ലാത്തതുകൊണ്ടാ. ഒരു ദിവസം ഉച്ചയ്ക്ക് ആഹാരം കഴിച്ചില്ലെങ്കിൽ ഞാനങ്ങ് മരിച്ചു പോകുന്ന അമ്മയുടെ വിചാരം. നീ നോക്കിക്കോ, ഇന്ന് ഞാൻ നല്ലത് കൊടുക്കുന്നുണ്ട് മനുഷ്യന്റെ മനസ്സമാധാനം ഇല്ലാതാക്കാനായിട്ട്. പുറത്തുണ്ട്. എവിടെ? തൊട്ട് ഫ്രണ്ടില്. ഓക്കെ, ഞാൻ അകത്തേക്ക് വരണോ അതോ? വേണ്ട വേണ്ട, ഞാൻ ഇവിടെ വരാം. ഓക്കെ സാർ, ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. ശരി. ആ സാർ, MLA അകത്തുണ്ട്. ഇനി മിനിസ്റ്റർ കൂടെ എത്തിയാലേ സംസാരിച്ചത് ഫിനിഷ് ചെയ്യാൻ പറ്റും. മാത്രമല്ല നമ്മുടെ എല്ലാ ക്ലയന്റുകളും എല്ലാ ആവശ്യത്തിനും വിളിക്കുന്നത് സാൻഡ്രയാണ്. അത് സാർ 2 ദിവസം മാഡം ലീവാണെന്ന് പറഞ്ഞാ പോരെ? അതോടെ പ്രശ്നം തീർന്നോളൂ. അതൊന്നും ശരിയാവില്ല. ഞാനൊന്ന് സാൻഡ്രയോട് അത്രയ്ക്ക് ഹാർഷായിട്ട് സംസാരിക്കാൻ പാടില്ലായിരുന്നു. ആ പയ്യനെ എടുത്തിട്ട് തല്ലണണ്ടപ്പോ എനിക്കൊരു കൺട്രോൾ പോയി. സാർ, മാഡം പലപ്പോഴും അന്ധമായി പെരുമാറുന്നത് കമ്പനിയോടുള്ള ആത്മാർത്ഥത കൊണ്ടാണ്. ഷീ ഈസ് ടു സിൻസിയർ ടു ദി കോർ. ഐ നോ ദാറ്റ് രാജാറാം, ഐ നോ ദാറ്റ്. എനിക്ക് അവളുടെ ക്യാരക്ടർ നന്നായിട്ട് അറിയാം. കമ്പനിക്ക് വേണ്ടി അവളുടെ ജീവൻ വരെ കൊടുക്കും. അതുകൊണ്ട് പലപ്പോഴും അവളുടെ വലിയ തെറ്റുകൾ പോലും ഞാൻ ക്ഷമിക്കുന്നു. അയ്യോ മാഡം, എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു സൊല്യൂഷൻ ഉണ്ട്. മാഡം നാളെ രാവിലെ 10 പോലെ ഓഫീസിൽ വരണം. നമുക്ക് ഒരുമിച്ചിരുന്ന് രവിവർമ്മൻ സാറോട് സംസാരിക്കാം. അങ്ങനെ എല്ലാ പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ ഇല്ല രാജാറാം സാർ. പ്രത്യേകിച്ച് എന്റെ ഈ രാജിക്കാര്യത്തിൽ. ഞാൻ ഇന്ന് രാത്രി തന്നെ ഈ സിറ്റിന്ന് പോവുക. There is no coming back. സാറിനോട് പറഞ്ഞേക്ക്, ഞാൻ ഫോൺ വെക്കാം. ഹലോ അല്ല, ഹലോ സല, ഹലോ സാൻഡ്ര. കട്ട് ചെയ്തു. എനിക്കെന്ത് പ്രശ്നം? ഒന്നുമില്ല. അതെന്താന്ന് അമ്മ തന്നെ ആലോചിച്ചാ മതി. ഇരിക്കണേ അവിടെ.
ഞാൻ എന്ത് പ്രശ്നം ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് പോയാ മതി. അമ്മ കൈവിട്, ഞാൻ പോട്ടെ. ഞാൻ വിടില്ല. നീ കാര്യം പറഞ്ഞിട്ട് പോയാ മതി. കാര്യം പറ. ഞാൻ എന്തിനാ നീ വിശേഷിച്ച് പറയുന്നത്? അമ്മയ്ക്കെന്നെ അറിയല്ലോ. എനിക്ക് പല കാര്യങ്ങളും അറിയാം. അതിലേതാന്നാ ചോദിച്ചത്? എന്നെ വിടമ്മേ. നീ പറഞ്ഞിട്ട് പോയാ മതി എന്ന് പറഞ്ഞില്ലേ? പറയില്ലല്ല, കാണിച്ചു തരാം ഞാൻ. ഒരു മിനിറ്റ്. Indigo Airways to Bangalore. Seat number C24. You are wonderful. തലയിൽ അല്പം മുടിയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ സാറി ഭൂമിയുടെ റൊട്ടേഷൻ തന്നെ പിടിച്ചു നിർത്തുമായിരുന്നല്ലോ. സോറി, അതൊരു ഭയങ്കര എക്സാജറേഷൻ ആയിപ്പോയി. ഭൂമിയുടെ കറക്കമൊന്നും തടയാൻ കഴിയില്ലെങ്കിലും മറ്റു ചിലതൊക്കെ എനിക്ക് തടയാൻ കഴിയും. മാഡത്തിന്റെ ഈ ബാംഗ്ലൂർ യാത്ര ഉൾപ്പെടെ. നോ രാജാറാം സർ, ഞാൻ ഒരുപാട് ചിന്തിച്ചെടുത്ത തീരുമാനമായത്. വർമ്മൻ ഗ്രൂപ്പിൽ ഞാൻ തുടരുന്നത് പലർക്കും തടസ്സമാണ്, രവിവർമ്മൻ സാറിന് ഉൾപ്പെടെ. പ്രത്യേകിച്ചും സാറ് പൂർണ്ണമായും മാഡത്തെ ട്രസ്റ്റ് ചെയ്യുമ്പോ മാഡം ഈ ചെയ്യുന്നത് ചതിയാണെന്ന് ഞാൻ പറയും. ചതിയോ? What do you mean? Yes, betrayal. മാഡത്തിനെ കണ്ണുമടച്ച് വിശ്വസിച്ച രവിവർമ്മൻ സാറിന്റെ വിശ്വാസത്തെ മാഡം പകുതി വഴിക്ക് ഉപേക്ഷിച്ച് വഞ്ചിച്ചു. അതാണ് എന്റെ കാഴ്ചപ്പാട്, മാഡം വിശ്വസിച്ചാലും ഇല്ലെങ്കിലും. ഫ്ലൈറ്റ് പുറപ്പെടുന്നതിന് ഇനിയും സമയം ബാക്കിയുണ്ട്. മാഡം സ്വന്തം തീരുമാനം പുനഃപരിശോധിക്കണമെന്ന എന്റെ റിക്വസ്റ്റ്. ഞാൻ വന്ന മിഷൻ കഴിഞ്ഞു. നൗ ഇറ്റ്സ് അപ് ടു യു. ഐ എം ലീവിംഗ്. താങ്ക് യു മാഡം. താങ്ക് യു വെരി മച്ച്. സരോജം, സരോജം മോളെ, ഇതെവിടെ പോയി രണ്ടാളും? വാതിലൊക്കെ തുറന്നിട്ടുണ്ടല്ലോ. അവോ ഇനി കൊതിയും നുണയും പറയാൻ പോയിരിക്കുന്നത്. മോള് പോയി കണ്ടുപിടിച്ച് തിരിച്ചു വിളിച്ചുകൊണ്ട് വരട്ടെ. അപ്പോഴേക്കും എനിക്കിവിടെ ഒരു ചെറിയ പണിയുണ്ട്. ഐസ്ക്രീം ഇത് ഒരുപാടുണ്ടല്ലോ. ഒരു കാര്യം ചെയ്യാം, ഫ്രൂട്ട് സലാഡ് ഉണ്ടായിക്കളയാം. സരോജം കണ്ട ചാടി വീണോളൂ. അമ്മേ, കൃഷ്ണേ, ആന്റി ദാ വരുന്നു. എന്താ മോളെ ഈ നേരത്ത്? അല്ല ആന്റി, അമ്മ ഇങ്ങോട്ട് വന്നിരുന്നോ? ഇല്ലല്ലോ. പകല് വന്നിരുന്നു. എന്താ കാര്യം? അമ്മയെ വീട്ടില് കണ്ടില്ല. ഞാൻ കരുതി ഇവിടെ വന്നില്ല. ചിലപ്പോ ശാരദയുടെയോ വാസന്തിയുടെയോ വീട്ടിൽ കാണും. നീ ഒന്ന് അന്വേഷിക്ക. നോക്കാം. ചേട്ടൻ നാട്ടിൽ നിന്ന് നാളെ തിരിച്ചു വരും. ഞാനത് സരോജൻ ചേച്ചിയോട് പറയുകയും ചെയ്തു. പക്ഷേ ചേച്ചിക്ക് ഒരു ക്ഷമയും ഇല്ല. ഇന്നിവിടെ 2-3 പ്രാവശ്യം വന്ന് അന്വേഷിക്കുകയും ചെയ്തു.
അതിന്റെ പേരില് നല്ല മനോവിഷമം ഉണ്ടെന്നാ തോന്നുന്നത്. ശരി ആന്റി, ഞാൻ വാസന്തി ചേച്ചിയുടെ വീട്ടിലൊന്ന് നോക്കട്ടെ. സാധാരണ ഈ അസമയത്ത് വീട് വിട്ട് പുറത്തിറങ്ങാത്തതാ, അതാ ഒരു ടെൻഷൻ. എന്റെ ഭഗവാനെ, ആ സ്ത്രീ ഇനി വല്ല കടുങ്കയും ചെയ്യൂ. ഒന്നും പറയാൻ പറ്റാത്ത സ്വഭാവം അവരുടേത്. മാത്രല്ല പപ്പിയാന്റി നാളെ പ്രമാണം തരാന്ന് വാക്ക് പറഞ്ഞിരിക്കല്ലേ. അമ്മ അന്വേഷിച്ച് അവിടെ ചെന്നപ്പോ പപ്പിയാന്റി തന്നെ പറഞ്ഞു കാര്യങ്ങൾ. അല്ല, അമ്മ എന്തിനാ അതെടുത്ത് അവരുടെ കയ്യിൽ കൊടുത്തത്? എന്തിനാ ഇപ്പൊ പണത്തിന് അത്യാവശ്യം? നിനക്കറിയാലോ, ആ സഹദേവൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് കാശ് തിരികെ ചോദിച്ച് പ്രശ്നം ഉണ്ടാക്കുന്നത്. നമ്മുടെ അച്ഛനെ അയാൾ എന്തെല്ലാം പറഞ്ഞു. ഇനി എനിക്കത് സഹിക്കാൻ പറ്റില്ല. കഴിഞ്ഞ ദിവസം അയാൾ കാരണം നമ്മുടെ അച്ഛന് നെഞ്ചുവേദന വന്നത്. അതും കൂടെ കഴിഞ്ഞപ്പോ എങ്ങനെയും ആ കടം തീർത്തേ പറ്റൂന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാ അതെടുത്ത് പണയം വെക്കാൻ ഞാൻ അവരെ ഏൽപ്പിച്ചത്. അമ്മവാ, അച്ഛൻ ഇവിടെ എന്തൊക്കെയോ ആഹാര സാധനങ്ങളും കൊണ്ടാ വന്നിരിക്കുന്നത്. ഇനി ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കാതെ എല്ലാത്തിനും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. അമ്മവാ, വരാൻ. ശ്രീലക്ഷ്മി, മോക്കപ്പ ചേച്ചിയെ കിട്ടിയല്ലേ? സത്യം പറഞ്ഞ ഞാനങ്ങ് പേടിച്ചു പോയി. പോലെ പോലെ നിനക്ക് സന്തോഷം തരുന്ന ഒരു ഐറ്റം കൂടിയുണ്ട്. ഫ്രൂട്ട് സലാഡ്. ഇതിൽ നിറയെ ഐസ്ക്രീം ഒഴിച്ചിട്ടുണ്ട്. പണ്ട് രവിവർമ്മ സാറിന്റെ കമ്പനിയിലെ പാർട്ടിക്കല്ലേ നീ അവസാനമായി ഐസ്ക്രീം കഴിച്ചത്? കഴിക്കും. ഈ സരോജത്തിന് എന്ത് പറ്റി? ഒന്നുമില്ല, തലവേദനയാണെന്ന് പറയുന്ന കേട്ടു. അച്ഛൻ കഴിക്കും. പ്രിയപ്പെട്ട ശ്രീമോളും അച്ഛനും അറിയുന്നതിന് ഞാൻ ഈ ലോകം വിട്ടു പോവുകയാണ്. നിങ്ങളോടൊപ്പം ജീവിച്ച് കൊതി തീർന്നിട്ടില്ല. പക്ഷെ ഞാനൊരു വലിയ തെറ്റ് ചെയ്തിരിക്കുന്നു. മനഃപൂർവ്വമായിരുന്നില്ല.
എന്താടി രാവിലെ നടയിൽ അമ്പരന്ന് വന്ന് നിൽക്കുന്നത്? ഞാനൊരു സ്വപ്നം കണ്ടു. ഹലോ സാൻഡ്ര. Oh my God! What a pleasant surprise. Good morning, sir. ഗുഡ് മോർണിംഗ്. Can I sit here? Oh, sure. Why not? Please. അല്ല, സാധാരണ പരിചയക്കാരും ബന്ധുക്കളുമാണ് തൊട്ടടുത്ത സീറ്റിലിരിക്കാറ്. പക്ഷേ ഇന്നലെ മുതൽ തന്റെ പ്രവൃത്തി അങ്ങനല്ലായിരുന്നു. താൻ എന്നോട് പെരുമാറുന്ന രീതി തികച്ചും സ്ട്രേഞ്ചേഴ്സിനെ പോലെയാണ്. അതുകൊണ്ടാണ് ഇരിക്കട്ടെ എന്ന് അനുവാദം ചോദിച്ചത്. പക്ഷെ തന്റെ ഇപ്പോഴത്തെ ഈ പ്രവൃത്തി വെറും ചൈൽഡിഷാണ്. സാൻഡ്ര എന്ന ബോൾഡ് ക്യാരക്ടറിന് ഒരിക്കലും ചേരാത്ത വ്യക്തിത്വമില്ലാത്ത പ്രവൃത്തി. അത്രയും പറഞ്ഞ് ഞാൻ ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കുക. നത്തിങ് മോർ, നത്തിങ് ലെസ്. ഹാവ് എ നൈസ് ഡേ സാൻഡ്ര. താൻ തന്ന റെസിഗ്നേഷൻ ലെറ്റർ എന്റെ ടേബിൾ തന്നെ ഇപ്പോഴും ഉണ്ട്. താൻ പോകാൻ തീരുമാനിച്ചു വരം ഓഫീസിലാരും അറിഞ്ഞിട്ടില്ല. തനിക്ക് തിരിച്ചു വരാം, അല്ലെങ്കിൽ പിരിഞ്ഞു പോവാം. ഐ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. എനിക്കൊരു മനസ്സമാധാനം ഇല്ല ഇവിടെ. എന്റെ പപ്പി, നീ ഇങ്ങനെ പേടിച്ചാൽ എങ്ങനെയാ? ഒരു പ്രമാണം നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ച് ആകാശമൊന്നും ഇടിഞ്ഞു വീഴാൻ പോകുന്നില്ല. അത് ആ സ്ത്രീക്ക് മനസ്സിലാകത്തോണ്ടാ. ചേട്ടൻ അത് പറഞ്ഞിട്ടങ്ങ് പോവാം. ഇവിടെ അനുഭവിക്കുന്നത് ഞാനല്ലേ. പിന്നെ ആകാശം ഇടിഞ്ഞു വീണ അതിന്റെ അടിയിൽ കിടന്ന് വെറുതെ അങ്ങ് ചത്താ മതി. ഇതങ്ങനെയല്ല. ആ സരോജൻ ചേച്ചി ഇങ്ങോട്ട് വന്നാലേ ആകാശവും കരയും കടലും എല്ലാം കൂടി ഇടിച്ചു പിഴിഞ്ഞ് തലേ കോരി അങ്ങ് ചൊരിയും. വല്ലാത്തൊരു സ്ത്രീയാ അവര്. ശരി ശരി, നീയൊന്ന് അടങ്ങ്. ഞാൻ 1 മണിക്കൂറിനുള്ളിൽ വരും. അതിനിടയിൽ അവരിങ്ങോട്ട് കയറി വന്നാൽ നീ എന്തെങ്കിലും പറഞ്ഞ് നിർത്തിയാ മതി. ചേച്ചി നിക്ക, ഞാൻ പറയട്ടെ. ചേച്ചി നിക്കാൻ. സരോജൻ ചേച്ചി നിക്കടവിടെ. സരോജൻ ചേച്ചി. ചേച്ചി, നിങ്ങൾ എന്ത് പണിയായി കാണിക്കുന്നത്? എന്റെ പ്രമാണം കൊണ്ടുപോയിട്ട് മുങ്ങി നടക്കുകയാണല്ലേ? എനിക്ക് എന്റെ പ്രമാണം ഇപ്പൊ കിട്ടണം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പോയാ മതി. ആര് പറഞ്ഞ് മുങ്ങി നടക്കുകയാണെന്ന്? ഈ ത്രിവിക്രമന് അതിന്റെ ആവശ്യമൊന്നുമില്ല. ആവശ്യമില്ലെങ്കിൽ പിന്നെന്തിനാ ഇന്നലെ മിനിഞ്ഞാന്നൊന്നും നിങ്ങളുടെ പൊടി പോലും കാണാഞ്ഞത്? ഇന്നിപ്പോഴെന്താ ഞാൻ അങ്ങോട്ട് വരുന്നതിന് മുന്നേ ഓടിക്കളഞ്ഞത്? അയ്യോ, എന്റെ ചേച്ചി ഒന്ന് അടങ്ങ്. ചേട്ടൻ നിങ്ങളുടെ കാര്യം അന്വേഷിക്കാനാ ഈ പോകുന്നത്. ഒരു പ്രമാണം നഷ്ടപ്പെട്ടു പോയാൽ അതിന് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ പറ്റും. ചേച്ചിക്ക് അത് മടക്കി തന്നാ പോരെ ഞങ്ങള്. ഡ്യൂപ്ലിക്കേറ്റോ? അത് നിന്റെ കെട്ടിയോണ്ട് കൊടുത്താ മതി. എനിക്ക് ഞാൻ തന്ന ഒറിജിനൽ പ്രമാണം തന്നെ വേണം. തന്നേ പറ്റൂ. സ്ത്രീയെ, ഇവിടെ കിടന്ന് അലറി വിളിച്ചിട്ട് ഒരു കാര്യവുമില്ല. നഷ്ടപ്പെട്ടു പോയ സാധനം തിരിച്ചു കിട്ടാത്തത് കൊണ്ട് അതിനുള്ള വഴി ഞങ്ങൾ നോക്കുന്നുണ്ട്. തൽക്കാലം അതേ പറ്റൂ. അല്ലെങ്കിൽ നിങ്ങൾ കൊണ്ടുപോയി കേസ് കൊടുക്ക്. ബാക്കി ഞാൻ നോക്കിക്കോളാം. എല്ലാം അറിഞ്ഞു വെച്ചോണ്ട് നീയും എന്നോട് കള്ളം പറഞ്ഞല്ലേ? ചേട്ടൻ നാട്ടിൽ പോയി കാട്ടിൽ പോയി എന്നൊക്കെ. നീയും നിന്റെ ചേട്ടനോടൊപ്പം ചേർന്ന് എന്നെ പറ്റിക്കാൻ നോക്കിയതാ. അയ്യോ, ഓർക്കില്ല പപ്പി, ഞാനിത് ഓർക്കില്ല. പ്രമാണം കളഞ്ഞുപോയ വിവരം ശ്രീയുടെ അച്ഛൻ അറിഞ്ഞ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ജീവിക്കില്ല ഞാൻ ആ വീട്ടില്. ഇന്ന് നീയൊക്കെ എന്റെ ശവം കാണും, നോക്കിക്കോ. അത്രയ്ക്ക് നെഞ്ച് തകർന്ന ഞാനീ പറയുന്നത്. എന്റെ മരണത്തിന് നിന്നെയൊക്കെ കൊണ്ട് ഉത്തരം പറയിക്കും ഞാൻ ഇന്ന് തന്നെ. ഇനി ഇത് എത്ര സ്റ്റോക്ക് ഉണ്ട്? ഇനി 2 വീക്സിനുള്ള മെറ്റീരിയൽ ഉള്ളൂ സാർ. അതിനുള്ളിൽ പുതിയ മെറ്റീരിയൽസ് എത്തിയില്ലെങ്കിൽ പ്രൊഡക്ഷൻ തൽക്കാലത്തേക്ക് നിർത്തിവെക്കേണ്ടി വരും. നോ നോ നോ, അത് പാടില്ല. ഇന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്യുക. ഇത് നമ്മുടെ സൈഡിൽ നിന്നുള്ള മിസ്റ്റേക്കാണ്. കുറഞ്ഞത് 1 മാസം മുമ്പെങ്കിലും നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യണമായിരുന്നു. ഇതൊന്നും നോക്കാൻ ഇവിടെ ആരുമില്ലേ? ആ ഉമ്മ എവിടെ? സർ, കഴിഞ്ഞ മാസം തന്നെ ഓർഡർ പ്ലേസ് ചെയ്തതാണ്. അന്നേ അവര് പറയുന്നതാണ് ഈ സ്റ്റോക്ക് കുറവാണെന്ന്.
ഇന്ന് സാന്ദ്ര മാഡം ലീവാണോ സർ? ആണെങ്കിൽ അഥവാ അല്ലെങ്കിൽ ടെൽ മീ വാട്ട്സ് യുവർ പ്രോബ്ലം? തന്നോട് ഫയൽ വെച്ചിട്ട് പോകാനല്ലേ പറഞ്ഞത്? താനെന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നത്? യു മേ ഗോ നൗ പ്ലീസ്. കേട്ട് ശീലിച്ചതുകൊണ്ട് ഒരു പ്രശ്നമില്ല അല്ലേ ജ്യോതി? അതെ അതെ, സാന്ദ്ര മേഡം അലറിയാ പോലും ദേ ഈ ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടി കളയും. അത്രയുള്ളൂ, ഈസി മെത്തേഡ്. നോക്കൂ കുട്ടി, നമ്മൾ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്നു, അതാണ് ചെയ്യേണ്ടതും. മറ്റൊന്നും താൻ ശ്രദ്ധിക്കണ്ട. വാ, നമുക്ക് വേണമെങ്കിൽ താഴെ കഫ്റ്റീരിയ പോയി ഒരു കോഫി കുടിക്കാം. അപ്പൊ നിന്റെ വിഷമോ സങ്കടമോ ഒക്കെ മാറും. വാ. അതെടി, നീ വന്നേ. ഇപ്പൊ നിന്റെ മൂഡ് ഞങ്ങൾ മാറ്റിത്തരാം. വാ ജോണെ, ഇന്ന് ഉമ്മാമേടത്തിന്റെ ചെലവാ. വാ. കഫറ്റീരിയയിലേക്കെന്ന് മാഡം ഒരു കോഫി കുടിക്കാൻ. ഈ സമയത്തോ? ഇത് ടീ ബ്രേക്ക് ടൈം അല്ലല്ലോ, പിന്നെ എങ്ങനെ പോവാൻ പറ്റും? അല്ല മാഡം, ഒരു 3 മിനിറ്റ്. 3 ഇല്ല 30 ഇല്ല, നത്തിങ് ഡൂയിങ്. എല്ലാവരും സീറ്റിലേക്ക് മടങ്ങിപ്പോയിരുന്ന് ജോലി ചെയ്യണം. വേഗം ആവട്ടെ. വേറെ ആർക്കും തന്നെ പകരം വെക്കാനാവില്ല, വെക്കുകയുമില്ല. അതാണ് എന്റെ പ്രോമിസ്. താങ്ക് യു സർ, ഐ അക്സെപ്റ്റ് ഇറ്റ്. ഓക്കെ. ഇത് ശ്രീലക്ഷ്മി കൊണ്ടുവച്ച ഫയലാണ്. വെരി ഇമ്പോർട്ടന്റ് ആൻഡ് വെരി അർജന്റ്. വിതിൻ ഹാഫ് ആൻ അവർ ഇത് വെരിഫൈ ചെയ്ത് ഫോർവേഡ് ചെയ്യണം. ഡൺ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ജോലി, അതിന് അവർക്ക് എന്ത് വിദ്യാഭ്യാസ യോഗ്യതയുള്ളത്? പ്രായം, എക്സ്പീരിയൻസ്, അതൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാമെന്ന് പറയും. വേണമെങ്കിൽ ആദ്യം അവരൊരു ആപ്ലിക്കേഷൻ കൊടുക്കട്ടെ, എന്നിട്ട് അവരുടെ വിദ്യാഭ്യാസം നോക്കി ഇന്റർവ്യൂ ജയിക്കട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം. അല്ലാതെ ഭീഷണിയുടെ പേരിൽ നമുക്കിവിടെ ആർക്കും ജോലി കൊടുക്കാൻ പറ്റില്ല. രാജാറാം പോയി പറഞ്ഞാൽ മതി. എല്ലാം പറഞ്ഞതാണ് സാർ, പക്ഷെ ഇത് കണ്ടിട്ട് ഒരു നടക്കി പോകുന്ന ലക്ഷണമില്ല. എന്നാ താൻ പോലീസിനെ ഇൻഫോം ചെയ്യും, അവർ വന്ന് ഡീലേറ്റ് ചെയ്യ കാര്യങ്ങൾ. സാർ വേണ്ട സാർ, യൂണിയൻകാരൊക്കെ കൂടെയുള്ളതല്ലേ, ഞാൻ ഒന്നുകൂടെ ശ്രമിച്ചു നോക്കാം. ഗോ ഹെഡ്. ഹലോ. ഹലോ ശ്രീലക്ഷ്മി, ഇത് ഞാനാ. മനസ്സിലായോ? ദീപു. ആ ദീപു. എനിക്ക് ശ്രീലക്ഷ്മിയോട് അത്യാവശ്യമായിട്ടൊരു കാര്യം സംസാരിക്കാനുണ്ട്. ഞാനിവിടെ ഓഫീസിന് മുന്നിലുണ്ട്. ഒന്ന് പുറത്തു വരാൻ പറ്റുമോ? ഇപ്പൊ വരാൻ പറ്റില്ല, ഞാൻ ജോലിയില്ല. ഐ എം ബിസി. എങ്കിൽ ഞാൻ അങ്ങോട്ട് കയറി വരട്ടെ? അയ്യോ വേണ്ട, ദീപു ഫോൺ കട്ടി, നമുക്ക് പിന്നെ സംസാരിക്കാം. പിന്നെ പറയാൻ പറ്റുന്ന കാര്യമല്ല, വളരെ അത്യാവശ്യ. ഞാൻ അങ്ങോട്ട് കയറി വരുവാണേ. വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഇന്നാള് ദീപു വന്നിട്ട് ഓഫീസിൽ ആകെ പ്രശ്നമായത് അറിയാലോ. ഇന്ന് ഞാൻ ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. ഇന്നാള് ചോറുകൊണ്ടൊന്നുകൊണ്ടല്ലേ പ്രശ്നം ഉണ്ടായത്. ഇന്നിന്റെ കയ്യിൽ ചോറൊന്നുമില്ലല്ലോ. ഇത് ഇന്നലെ അയക്കേണ്ട കൊറിയർ അല്ലേ? അല്പമെങ്കിലും ഉത്തരവാദിത്തം കാണിക്കാൻ തനിക്ക് വലിയ ബുദ്ധിമുട്ടാണല്ലേ? മാഡം, ഇത് ഇന്നലെ തന്നെ തയ്യാറാക്കിയിരുന്നു. മാഡം ഇന്നലെ നേരത്തെ പോയതുകൊണ്ട് വെരിഫൈ ചെയ്തില്ല.
അതാണ് ഫോർവേഡ് ചെയ്യാത്തത്. ഓ, ഭയങ്കരമായി പോയി. വളരെ നല്ല എക്സ്ക്യൂസ്. അപ്പൊ ഞാൻ ഒരു ദിവസം ഇല്ലെങ്കിൽ ഓഫീസിന്റെ പ്രവർത്തനങ്ങളൊന്നും നടക്കണ്ടേ? നീ രവിവർമ്മൻ സാറിനെ കണ്ടാ മതിയായിരുന്നല്ലോ. എപ്പോഴും എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാക്കി അങ്ങോട്ട് കയറി ചെല്ലാൻ വലിയ ഇഷ്ടമല്ലേ? ഇവരെ ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം. സാർ പോയിക്കോ. അയ്യോ, അങ്ങനെ പേടിപ്പിക്കല്ലേ. നീയൊക്കെ ഗുണ്ടായസം കാണിച്ച ഞങ്ങൾക്കും ചിലതൊക്കെ ചെയ്യേണ്ടി വരും. ഞങ്ങൾ ആപ്പ പാർട്ടിക്കാരല്ല. ഒന്ന് ഫോൺ വിളിച്ചാൽ ഇപ്പൊ എരച്ചു വരും ആയിരങ്ങള്. ഒരു പാവപ്പെട്ടവനെ പറ്റിച്ച് അങ്ങനെ വർമ്മൻ ഗ്രൂപ്പ് വളരണ്ടെന്നാ ഞങ്ങളുടെയൊക്കെ തീരുമാനം. ഹലോ സാർ. രാജാറാം, വേറെ അറിയോ? ജ്യോതി, ഓഫീസിന്റെ ഗേറ്റിന് മുന്നിൽ ദീപു വന്ന് നിൽക്കുന്നു. എന്തോ അത്യാവശ്യമാണെന്ന് പറഞ്ഞ് ഫോണിൽ തുടരെ വിളിച്ചോണ്ടിരിക്കുക. ഞാൻ താഴെ പോയി കാര്യം അന്വേഷിച്ചിട്ട് വരാം. അല്ലെങ്കിൽ അവൻ അകത്തേക്ക് കയറി വരും. സാന്ദ്രമ്മയുടെ അറിഞ്ഞാലേ കഴിഞ്ഞ ദിവസത്തെ പോലെ പ്രശ്നമാക്കും. അതാ നല്ലത്. നീ പെട്ടെന്ന് പോയിട്ട് വാ. ഞാൻ താഴേക്ക് പോകുമ്പോ സാന്ദ്രമ്മയുടെ എന്നെ അന്വേഷിച്ച് ക്യാബിനിലേക്ക് വന്നാ അതും പ്രശ്നമാവും. അത് നീ പേടിക്കണ്ട. സാന്ദ്ര മാഡത്തിനെ ഞങ്ങൾ എൻഗേജ്ഡ് ആക്കിക്കോളാം. എനിക്കൊരു ഫയല് മാഡത്തിനെ കാണിക്കാനുണ്ട്. നീ താഴേക്ക് വെക്കോ. സാർ, ഞാനും കൊറേ പറഞ്ഞു നോക്കിയതാ, പക്ഷെ സാറ് മൈൻഡ് ചെയ്തില്ല. എന്ത് അബദ്ധം ഇത്! ഉടനൊരു ടീച്ചി എടുത്തില്ലെങ്കിൽ അതല്ലേ സാർ പറയുന്നത്. പക്ഷെ സാറ് വകവച്ചില്ല. നമ്മുടെ ഓഫീസിൽ ഇപ്പൊ പുതിയൊരു ഡോക്ടർ വന്നിട്ടുണ്ടല്ലോ. അവളാണ് സാറിനെ ചികിത്സിക്കുന്നത്. അവൾ എന്ന് MBBS പാസ്സായെന്ന് എനിക്കറിയില്ല. പക്ഷെ ഡിഗ്രി പോലും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്നാ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. താനൊന്ന് തെളിച്ച് പറ സാന്ദ്ര. ആരാ താനീ പറയുന്ന ഡോക്ടർ? മനസ്സിലായില്ല. ഡോക്ടർ ശ്രീലക്ഷ്മി എന്ന് പറയും. പേരിന് മുമ്പിൽ ഡോക്ടർ എടുത്തു മാറ്റിയ ആളിനെ സാർ തിരിച്ചറിയും. സാർ 2 പ്രാവശ്യം ഓഫീസിൽ നിന്ന് പുറത്താക്കി പിന്നെ തിരിച്ചടിക്കേണ്ടി വന്ന ആളാണ്. ആയുധങ്ങൾ നീയായിട്ട് തന്നെ എന്റെ മുമ്പിൽ കൊണ്ടിട്ട് തരികയാണ്. രഘുവർമ്മൻ വന്നിട്ട് തീർത്തോളും ശ്രീലക്ഷ്മി ഡോക്ടറുടെ ചികിത്സയും പരിചരണവും. ബ്ലഡി ഫൂൾ.
ഇതിലെ പ്രമാണമില്ലേ അതെടുത്തത് ഞാനാ. ഇതാ പ്രമാണം. എന്റെ ദൈവമേ, എന്നിട്ട് ഇത് അലമാരന്ന് എടുത്തില്ലെന്നല്ലേ നീ പറഞ്ഞത്? അത് ഞാൻ കള്ളം പറഞ്ഞതാ. അലമാരന്ന് പ്രമാണം ഞാൻ എടുത്തു മാറ്റിയത് സൗകര്യം കിട്ടുമ്പോ ശ്രീലക്ഷ്മിക്ക് കൊടുക്കാൻ. നീ എന്തിനാ ഇതൊക്കെ ചെയ്യാൻ പോയത്? ഇതൊക്കെ മാറ്റിയിട്ട് നിനക്ക് എന്ത് കിട്ടാനാ? പറഞ്ഞില്ലേ, ശ്രീലക്ഷ്മിക്ക് കൊടുക്കാൻ. ഈ പ്രമാണം വെച്ചോണ്ട് ശ്രീലക്ഷ്മിയുടെ അമ്മയെ പറ്റിക്കാൻ പോണെന്നൊക്കെ അച്ഛൻ പത്മിനി ആന്റിയോട് പറഞ്ഞ് ഞാൻ കേട്ടു. ഓർമ്മയില്ലേ, അന്നൊരു ദിവസം നമ്മൾ കഴിച്ചോണ്ടിരുന്നപ്പോ സരോജ ആന്റി രാത്രി വന്നത്. ദീപു, എത്രയും പെട്ടെന്ന് ഈ പ്രമാണം സരോജ ആന്റിയുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കണം. ചെല്ല്. അയ്യോ, ഞാനോ? പിന്നല്ലാതെ എനിക്ക് പോവാൻ പറ്റോ? ചെല്ല്, ഒരു പ്രശ്നവുമില്ല. സരോജ ആന്റിക്ക് സന്തോഷാവേ ഉള്ളൂ, അത് മതി. ശ്രീലക്ഷ്മിക്ക് ദീപുവിനോടുള്ള ഇഷ്ടം കൂടാൻ. ആണല്ലേ? ആണല്ല, പെണ്ണ്. ചെല്ല് ദീപു, അങ്ങോട്ട് സമയം കളയാതെ ചെല്ലാൻ. ദൈവമേ, നീ കാത്തു. ഇന്നത്തോടെ ഈ പ്രശ്നങ്ങൾ അവസാനിച്ചാൽ മതിയായിരുന്നു. ഏതായാലും ഇവിടെ കുറച്ചുനേരം വെയിറ്റ് ചെയ്യാം. ശ്രീ വരുമ്പോ കാര്യം പറയാം. ആഫ്റ്റർ ഓൾ അയാളുടെ പെങ്ങൾക്കൊരു ജോലി കിട്ടാനുള്ള കാര്യമല്ലോ. അങ്ങനെയല്ല സർ, ഇപ്പൊ നമ്മൾ ഇയാളോട് സിമ്പതി കാണിച്ച ഇങ്ങനെ ഓരോരോ കാര്യങ്ങളും പറഞ്ഞ് കൂടെ ആൾക്കാർ വരും. അതൊരു തൊന്തരവാ. അത് ശരിയാ. ആ, രാജാറാം പോയി ആ സെക്യൂരിറ്റിക്കാരനോട് മേലാൽ ഡീറ്റെയിൽ ആയി ചെക്ക് ചെയ്യാതെ ഒറ്റയാളെ ഗേറ്റ് കഴിഞ്ഞ് കോമ്പൗണ്ടിലേക്ക് കടത്തിവിടരുതെന്ന് പറയണം. അവര് വഴക്കുണ്ടാക്കാൻ വന്നതിനാലല്ല, അവര് വന്നത് കയ്യിലൊരു കൊച്ചു പിച്ചാത്തിയുമായിട്ടാണെന്നതാണ് എന്നെ പറയിക്കുന്ന കാര്യം. ഡു യു ഫോളോ മീ? യെസ് സർ, ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചോളാം. അവരെ രാജാറാം പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചു കഴിഞ്ഞു. ആ ബഹളത്തിൽ എന്റെ കയ്യിൽ ചെറിയൊരു മുറിവ് പറ്റി, അത്രേ ഉള്ളൂ. ഇല്ല ചേട്ടായി, ഇതങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല. എനിക്ക് അവന്മാരെ കാണണം, കണ്ടേ പറ്റൂ. എന്തിന്? അവരിപ്പോ പോലീസ് കൈകാര്യം ചെയ്തോളൂ. യു ഡോണ്ട് ഹാവ് ടു ബോദർ ഇറ്റ്. സോറി ചേട്ടായി, എന്റെ ചേട്ടായിയെ തൊട്ടവന്മാരെ പോലീസല്ല കൈകാര്യം ചെയ്യേണ്ടത്, ഞാനാ. ഞാനത് ചെയ്തിരിക്കും, നേരിട്ട് തന്നെ.
ഇതൊരു നിസ്സാര കാര്യമായിട്ട് എനിക്ക് കാണാൻ കഴിയാത്തതുകൊണ്ട് തന്നെ രഘുവർമ്മൻ സാറിനെ അറിയിക്കേണ്ടത് എന്റെ കടമയായിട്ട് എനിക്ക് തോന്നി. അതൊക്കെ ശരി തന്നെ. പക്ഷെ തനിക്കറിയില്ലേ രഘുവിന്റെ സ്വഭാവമൊക്കെ. ഇനി ഇതിന്റെ പേരിൽ അവൻ എന്തൊക്കെ മണ്ടത്തരം കാട്ടിക്കൂട്ടുമെന്ന് ആർക്കറിയാം. എന്നെ മുറിവേൽപ്പിച്ചവന് രഘു പോയി കൊന്നാൽ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തനിക്ക് പറ്റുമോ? പറ്റുമെന്ന് ആൻസർ മീ. ഒന്നും സംഭവിക്കില്ല. നീ ഇങ്ങനെ തളർന്നാൽ പിന്നെ ആരാ ഉള്ളത്? അമ്മയ്ക്ക് ഇങ്ങനെ ചെയ്യാൻ എങ്ങനെ ധൈര്യം വന്നു? എന്തിനാ അമ്മ ഇങ്ങനെ? ശ്രീ, കരയാതെ. സരോജ ആന്റിക്ക് പെട്ടെന്നൊരു ബുദ്ധിമോശം തോന്നിയതാവും. ഏതായാലും ദൈവഭാഗ്യം കൊണ്ട് തക്ക സമയത്ത് ദീപുവിന് അവിടെ ചെല്ലാൻ തോന്നിയത്. ആ ദൈവാനുഗ്രഹം ഇനിയും ഉണ്ടാവും. നീ സമാധാനിക്ക്. എന്റെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ച ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല, മരിക്കും ഞാൻ. നോക്കിക്കോ. ചേട്ടാ, എത്ര നേരായി ഞാൻ ചേട്ടനെ കാത്തു നിൽക്കാന്നറിയോ? ഫോൺ എന്തു പറ്റി? വിഷം കഴിച്ചു. വിഷോ? എന്നിട്ട് എന്തോ കീടനാശിനിയാണെന്നാ തോന്നുന്നത്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്ക. ഇതുവരെ വിവരമൊന്നും അറിഞ്ഞില്ല. കൃഷ്ണയും കൂടെ പോയിട്ടുണ്ട്. എപ്പോഴായിരുന്നു സംഭവം? വൈകിട്ടാ, വീട്ടിൽ ആരും ഇല്ലാത്ത സമയത്താ. എന്നിട്ട് ആരാ വിവരം പറഞ്ഞത്? ആദ്യം കണ്ടത് നമ്മുടെ ദീപുവാ. അപ്പോഴേക്ക് ശ്രീലക്ഷ്മി എത്തി. ദീപു? അവനവിടെ എന്തിനു പോയി? അത് ചേട്ടാ, അവനെ ഉപദ്രവിക്കരുത്. ബുദ്ധി വളർച്ചയില്ലാത്ത കുട്ടിയാ. നമ്മുടെ അലമാര എന്ന് പ്രമാണം എടുത്ത് മാറ്റി വെച്ചിരുന്നത് അവനായിരുന്നു. നമ്മൾ ആരും അറിയാതെ അവനിത് തിരികെ കൊടുക്കാൻ പോയപ്പോഴാ സരോജൻ ചേച്ചി വിഷം കഴിച്ച് കിടക്കുന്നത് കണ്ടു. സ്വന്തം അച്ഛനെ ചതിക്കുന്നോടാ. നിന്നെ ഞാൻ കൊല്ലും. ഇങ്ങനെ ഒരു മോൻ വേണ്ട എനിക്ക്. വേണ്ട. സ്വന്തം അച്ഛനെ ചതിക്കുന്നോടാ. നീ മാറിയോട് പറഞ്ഞില്ലേ? അപ്പൊ ഇവിടെ വിടാനാണോ പറഞ്ഞ? നീ മാറ. അങ്ങള് വിഷമിക്കണ്ട. ആന്റി ഇപ്പൊ മയക്കത്തില്ല. വരൂ. അമ്മയ്ക്ക് ഇതെന്താ പറ്റിയത്? എന്തിനാ അവളീ കടുങ്ക് ചെയ്തു? അതച്ഛ, സഹദേവ മുതലാളിയുടെ കടം തിരികെ കൊടുക്കാൻ വേണ്ടി നമ്മുടെ പ്രമാണം പണയം വെക്കാനാ അമ്മ പത്മിനി ആന്റിയുടെ കയ്യിൽ കൊടുത്തത്. അത് അവരുടെ അലമാരേന്ന് എങ്ങനെയോ കാണാതായി. അച്ഛൻ പ്രമാണം അന്വേഷിച്ചപ്പോ അമ്മ അത് അവരോട് തിരികെ ചോദിച്ചു. കാണാതെ പോയതുകൊണ്ട് ആന്റിയും ത്രിവിക്രമനങ്ങളും അമ്മയോട് ചില കള്ളങ്ങൾ പറഞ്ഞിരുന്നു. ആദ്യം അമ്മ ഇത് നമ്മളിൽ നിന്ന് മറച്ചു വെച്ചതാ. ഒടുവിൽ അത് നഷ്ടപ്പെട്ടു എന്ന് തോന്നിയപ്പോഴാ അമ്മ ഇങ്ങനെയൊക്കെ ചെയ്തത്. അച്ഛന്റെ അടുത്ത് ഇക്കാര്യം ഒളിച്ചു വെച്ചത് അമ്മയ്ക്ക് താങ്ങാനായില്ല.
അങ്കിൾ ആന്റി കണ്ണു തുറന്നു. വേണ്ട, നീ അവിടെ കിടക്ക്. മാപ്പ്, എന്നോട് ക്ഷമിക്കും നിങ്ങൾ. മാപ്പ്. അലോഷിയില്ലേ ഇവിടെ? അയ്യോ കുഞ്ഞെ, അലോഷി സാർ ട്രാൻസ്ഫർ ആയി. ഇപ്പൊ പുതിയ എസ് ഐ റഫീഖ് അഹമ്മദ് സാർ. അല്ല, എന്താ ഈ രാത്രി നേരത്ത് കുഞ്ഞിവിടെ? സുകുമാരൻ എന്ന് പറയുന്ന ഒരുത്തനെയും അയാളുടെ കൂടെയുള്ളവരെയും നിങ്ങളിവിടെ കൊണ്ടുവന്നിട്ടുണ്ടോ? ഉണ്ട് കുഞ്ഞെ, ഇതേ ലോക്കപ്പില. രാജാറാം സാർ പറഞ്ഞിട്ടാ പിടിച്ചകത്തിട്ടിരിക്കുന്നത്. ഉണക്ക ന്യായവും വകുപ്പൊന്നും കേൾക്കണ്ട. ഒരു 10 മിനിറ്റ് നീ ഒന്ന് കണ്ണടച്ചു തരണം. അല്ലെങ്കിൽ കുറച്ച് സമയം എനിക്ക് വരെ പുറത്തേക്ക് വിടുതാ. ഞാനൊന്ന് നല്ലതുപോലെ കൈകാര്യം ചെയ്തിട്ട് തിരികെ കൊണ്ടുവന്നോളാം. എന്തിന് അവരാശുപത്രിയിലാക്കാൻ? രഘു പറയുന്നത് നിനക്കും തോന്നരുത്. പോത്തുപോലെ വളർന്നതല്ലാതെ വിവരമെന്ന് പറഞ്ഞ സാധനം അല്പം പോലും നിനക്കില്ല. നിയമം കയ്യിലെടുക്കുന്നത് നിസ്സാര കാര്യമൊന്നുമല്ല. ഇതിപ്പോ കഴിഞ്ഞത് കഴിഞ്ഞു. എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റും. നീ തൽക്കാലം പെട്ടെന്ന് സ്ഥലം വിടാൻ നോക്ക്. ശരി, ഞാൻ പോവാം. പക്ഷെ ഇവന്മാർക്കെതിരെ എന്തൊക്കെ കുറ്റം ചുമത്താമോ അതൊക്കെ ചുമത്തണം നീ. അറിഞ്ഞില്ലല്ലോ. ഏതായാലും നന്നായി. ഒരു ദിവസം ഓഫീസിലേക്ക് വരൂ, നമുക്ക് കാണാം. താങ്ക് യു സർ, വരാം. ഞാനിപ്പോ വിളിച്ചത് രഘുവിന്റെ ഒരു കാര്യം പറയാനാണ്. എന്തുപറ്റി? അവമല്ല കുഴപ്പമൊപ്പിച്ചോ? അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല സർ. എന്നാലും നടന്ന കാര്യം ഇത്തിരി സീരിയസ് ആണ്. രഘു ഇന്ന് സ്റ്റേഷനിലേക്ക് കയറി വന്ന് ലോക്കപ്പിനുള്ളിൽ കയറി ചിലരെയൊക്കെ കൈകാര്യം ചെയ്തു. ഒരു സുകുമാരനെ കൂട്ടരെ. ഞാൻ സമയത്തിന് വന്നില്ലായിരുന്നെങ്കിൽ സംഗതി വഷളായനെ. ഐ എം സോറി റഫീഖ്. അവന്റെ ചില സമയത്തെ പ്രവൃത്തികൾ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ചില സമയങ്ങളിൽ അവൻ ഔട്ട് ഓഫ് കൺട്രോളാണ്. എന്തൊക്കെ പ്രശ്നങ്ങളാണ് നോക്ക്. അല്ല, താനെന്താ പോകത്ത്? ബോസ് പോയാലേ എനിക്ക് പോകാൻ പറ്റും. ഞാൻ ഇറങ്ങി. താൻ വണ്ടി എടുക്കാൻ പറയാം. പക്ഷെ നമ്മുടെ കമ്പനി വൈസ് പ്രസിഡന്റ് പോയിട്ടില്ല ഇതുവരെ. അതെന്ത് പറ്റി? എന്താ അവക്കിനി പ്രോബ്ലം സാറ് തന്നെയാ. അനിയന്റെ കേസിൽ നേരത്തെ വഴക്ക് പറഞ്ഞില്ലേ, മാഡം അതങ്ങ് ഏറ്റെടുത്തു. ഇപ്പൊ മുഖം വീർപ്പിച്ചിരിപ്പാ. ഈ മാഡം എന്താ വെറും കൊച്ചുകുട്ടികളെ പോലെ? ഇനി ബിസ്ക്കറ്റും മുട്ടായും കൊടുക്കേണ്ടി വരുന്ന ലക്ഷണമാണല്ലോ. താൻ ഒരു കാര്യം ചെയ്യും, വണ്ടിയിരിക്കും. ഞാൻ അവളെ തണുപ്പിച്ചിട്ടുണ്ട്. അറിയാം. പക്ഷേ ഈ ഇടയായിട്ട് ചില കൊച്ചു കൊച്ചു കാര്യങ്ങൾ സാൻഡ്ര മാഡത്തിന് എന്നോട് പരിഭവമുണ്ട്. താൻ രാവിലെ ചിരിച്ച മുഖമായിട്ട് വന്ന് വൈകിട്ട് കറുത്ത മുഖമായിട്ട് പോകുന്നത് ശരിയല്ല. എനിവേ, സോ നമുക്ക് ഈ മൂഡ് മാറ്റാൻ എന്ത് ചെയ്യാൻ പറ്റും? ഷാൽ വി ഗോ ഫോർ എ ഡിന്നർ? എന്തു പറയുന്നു? Wow, that's great, sir. Are you serious?
സുദർശനങ്ങളും ഉണ്ടാവും. അപ്പോഴും കാണണം ഇവിടെയുള്ളവർക്ക് ഈ ശൗര്യവും വീര്യവും. ഇപ്പോഴേ പറഞ്ഞില്ലെന്ന് വേണ്ട. ഓ നോ നോ നോ, നിങ്ങൾ ഓഫീസിൽ വരുന്നതിനൊന്നും യാതൊരു വിരോധമില്ല. പക്ഷെ കാൻഡിഡേറ്റ് ആകാൻ മാത്രം പറയരുത്. ശരി ശരി, നമുക്ക് കാണാം. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതാ ബില്ല്. ശരി, ഇന്ന് രാവിലെ തന്നെ പോവാം. ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു ഡോക്ടർ. ആ എന്നാ ശരി. ഹലോ. താങ്ക്സ്. ഹലോ. സർ. താൻ എന്താ ഒരു ഉഷാറില്ലാത്തത്? രാവിലെ ഉറക്കണിട്ടില്ല ഇതുവരെ? ഇന്നലെ രാത്രി ഉറങ്ങിയതേ ഇല്ല സർ. അതിന്റെ ഒരു ക്ഷീണുണ്ട്. അയ്യോ, അതെന്ത് പറ്റി ഉറക്കൊഴിയാ? സർ, അത് അമ്മ ഇന്നലൊരു അബദ്ധം കാണിച്ചു. ഞങ്ങളിപ്പോ ഹോസ്പിറ്റലിലാ. ഹോസ്പിറ്റലിലോ? അതെന്താ പെട്ടെന്ന്? What happened? എന്ത് ശല്യം! താൻ ഇപ്പോഴും എന്നെ മനസ്സിലാക്കിയിട്ടില്ല. കഷ്ടം തന്നെ. തന്റെ അച്ഛനും അമ്മയും എനിക്കിപ്പോ അന്യരെ പോലെ അല്ലടോ. ശരി ശരി, താനിന്ന് ഓഫീസിൽ വന്നില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ സാൻഡ്രയോട് പറയാം. ഏതായാലും ഞാൻ തന്റെ അമ്മയെ കാണാൻ വരുന്നുണ്ട്. താനിപ്പോ ഫോൺ വെച്ചേക്ക്. ശരി സർ, താങ്ക് യു.